വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ LDF-ൽ നിന്ന് ഭരണം UDF പിടിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന LDF പ്രതിനിധി ബെന്നി ചെറിയാന്റെ പിന്തുണയോടെയാണ് UDF-ന് പ്രസിഡന്റ് പദവി ലഭിച്ചത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വേളയിൽ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്ത ബെന്നിക്കെതിരെ ആക്രമണം നടന്നിരുന്നു. ഇതിൽ CPM പ്രവർത്തകർക്കെതിരെ കേസ് നിലവിലുമുണ്ട്. 11ാം വാർഡ് പ്രതിനിധിയാണ്. JDS അംഗമായിരുന്നു ബെന്നി. LDF-നൊപ്പമായിരുന്നു ഇദ്ദേഹം. രാജിവെച്ച് PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയിൽ സംസ്ഥാനത്ത് UDF-ന് ഭരണം ലഭിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം മാറി. UDF-മായി അടുക്കാൻ PV അൻവർ ശ്രമിക്കവെയാണ് ഈ മാറ്റമെന്നത് എടുത്തു പറയണം. 23 അംഗ പഞ്ചായത്താണ് പനമരം. UDF-നും LDF-നും 11 വീതം അംഗങ്ങളാണുള്ളത്. ഒരംഗം BJP-ക്കും. LDF വിട്ട് ബെന്നി ചെറിയാൻ പുറത്തു വന്നതോടെ ഭരണം UDF-ന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 10 വോട്ടുകളാണ് LDF പ്രതിനിധികൾക്ക് കിട്ടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 12 വോട്ട് നേടി മുസ്ലിം ലീഗിലെ ലക്ഷ്മി ആലക്കമറ്റം പ്രസിഡന്റായി മാറുകയും ചെയ്തു. BJP അംഗം വിട്ടുനിന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് LDF-ന് ഭരണം ലഭിച്ചത്. CPM അംഗം ആസ്യ പ്രസിഡന്റാകുകയും ചെയ്തു. പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബെന്നി പിന്തുണച്ചതോടെ പാസ്സാകുകയും ചെയ്തു. ബെന്നിയെ മർദ്ദിച്ച കേസിൽ 7 CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. MLA പദവി രാജിവെച്ച് PV അൻവർ UDF-മായി അടുക്കാൻ ശ്രമിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പനമരത്തെ ഭരണമാറ്റം. അനേകം പഞ്ചായത്തുകളിൽ LDF-ന് വൈകാതെ ഭരണം നഷ്ടമാകുമെന്ന് PV അൻവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അൻവർ വീഴ്ത്തുന്ന ആദ്യ വിക്കറ്റാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. UDF-ലെ എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുമെന്നും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രതികരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് UDF-നെ പിന്തുണച്ചതെന്ന് ബെന്നി ചെറിയാൻ അറിയിച്ചു. അതേസമയം PV അൻവർ ഇന്ന് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടക്കരയിൽ വെച്ചാണ് അദ്ദേഹം UDF ജാഥയിൽ പങ്കെടുത്തത്. കെട്ടിപ്പിടിച്ചാണ് VT സതീശൻ അദ്ദേഹത്തെ സ്വീകരിച്ചതും. പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥയിൽ സംസാരിക്കവേ അൻവർ ആവർത്തിക്കുകയും ചെയ്തു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.